ഇപ്പോഴെങ്ങനെയാണ് ഈ 47,000 പേരോളം സ്റ്റാറ്റസ് ഇല്ലാതെ കാനഡയിൽ നിൽക്കുന്നു എന്നും പറഞ്ഞൊരു കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കാണുമായിരിക്കുമെങ്കിലേ ഉള്ളൂ. അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ മറ്റേ ഈ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് പറഞ്ഞത്. ഒത്തിരി ആൾക്കാർ വിസ റെക്കോർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പീരീഡ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ടില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവര് എന്താ കാര്യം വെച്ചാൽ ഈ നാട്ടിൽ നിന്ന് നമ്മൾ ഒത്തിരി എക്സ്പെൻസ് ഇത് ചെയ്തിട്ടായിരിക്കും ഇവിടോട്ട് വരുന്നത്. 2 വർഷത്തെ ഫീസും ഇങ്ങനെ അഡീഷണൽ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർ എടുക്കുന്ന ഒരു ബിസിനസ് പ്രോഗ്രാം എടുത്തായിരിക്കും വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പം ഒന്ന് പ്രോപ്പറായിട്ട് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാതെ വരുന്നൊരു നമ്പറുണ്ട്, അത്യാവശ്യം നല്ല നമ്പറുണ്ട്. കുട്ടികളെല്ലാം അതിന് കറക്റ്റായിട്ടൊന്ന് റിവീൽ ചെയ്ത് പറയണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ നടക്കുന്നുള്ളത്. ആ ഒരു കാറ്റഗറി കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഇപ്പം +2 കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ സെനാരിയോയിൽ ഒരു ONP സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരു ജനറൽ, അതായത് ഈ ജനറൽ ഡ്രോയിൽ വരുന്ന കാറ്റഗറിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ONP സപ്പോർട്ടൊന്നും ഇല്ല എങ്കിൽ അവർക്ക് +2 കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് PR കിട്ടാനായിട്ടുള്ള സാധ്യതകൾ തുച്ഛമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഈ 3 വർഷം കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യും. അത് എക്സ്റ്റൻഷൻ കിട്ടുന്നവരെ അവർ വെയിറ്റ് ചെയ്യും. ആ എക്സ്റ്റൻഷൻ റെഫ്യൂസ് ആയി കഴിയുമ്പോഴത്തേനും ഒരു വിസ റെക്കോർഡ് അപ്ലൈ ചെയ്യും. വിസ റെക്കോർഡ് അപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റിക്ക് ഓൺ ചെയ്യും. മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കും. അപ്പം അങ്ങനെ പിന്നെ ക്യാഷ് ഷോവിന് ചെയ്യുന്ന ആൾക്കാർ, അത് റിയാലിറ്റിയാണ്, നമുക്കിപ്പോൾ പറയാതിരിക്കുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഈ പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ പോകുന്ന ഒത്തിരി ആൾക്കാരാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് എന്തായിരിക്കും ഇപ്പൊ അവരുടെ സ്റ്റാറ്റസ് എല്ലാം കഴിഞ്ഞു, എക്സ്റ്റൻഷൻ എല്ലാം നോക്കി, ഇത്രയും ആൾക്കാർ ഇല്ലീഗലായിട്ട് തന്നെയല്ലേ ഇപ്പോൾ കാനഡയിൽ നിൽക്കുന്നത്. ഇവരുടെ ഫ്യൂച്ചർ നോക്കി കഴിയുമ്പോൾ അവർക്ക് ഇവിടെ മുന്നോട്ട് എന്തെങ്കിലും കോഴ്സ് എടുക്കാനുള്ള ഒരു സാധ്യതകളും ഇല്ല. ജേഷന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും, ഇവര് കറക്റ്റ് സ്റ്റാറ്റസ് കഴിയുമ്പോഴത്തേനും തന്നെ തിരിച്ചു പോവാണ്, അതായിരിക്കും നല്ലത്? അവർക്ക് ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ പോകണമെങ്കിൽ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വെസ്റ്റേൺ കൺട്രീസ്, എസ്പെഷ്യലി US, കാനഡ, UK, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഇവർ കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞ കാറ്റഗറി എല്ലാം, ഈ കൺട്രീസ് എല്ലാം തന്നെ ഇൻഫർമേഷൻ ഷെയറിങ് അത്യാവശ്യമാണ്. ഞാൻ കോളേജിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഈ ആഫ്രിക്കൻ സ്റ്റുഡൻസ് ഇതായിട്ട് വരാറുണ്ട്. അപ്പം ആളുടെ വൈഫിന് വിസിറ്റർ വിസ അപ്ലൈ ചെയ്തു, അല്ല വിസിറ്റർ വിസ ആണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്ത്. അപ്പോൾ റെഫ്യൂസൽ കിട്ടിയതിന് അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, യു ഹാവിൻ ഷോൺ യുവർ US വിസ റെഫ്യൂസൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റീസൺ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ US വിസ റെഫ്യൂസൽ കാണിക്കാഞ്ഞിട്ട് കാനഡ വിസ റെഫ്യൂസലായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ സെയിം സിറ്റുവേഷൻ ആണ്. അപ്പം US കാനഡ വന്ന് ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ പിന്നെ US വിസയ്ക്ക് കൊടുക്കുമോ, അല്ലെങ്കിൽ UK ഒക്കെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാവരും സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നിന്നിട്ട് നിങ്ങൾക്കിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് പിള്ളേരുടെ ഒക്കെ പ്രശ്നം വെച്ചാൽ അവർ 18, 20, 22 വയസ്സൊക്കെയാണ്. അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ടോ, ഇപ്പം നാട്ടിൽ മോശമൊന്നുമല്ല, നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസിന് മോശമൊന്നുമല്ല. കാനഡ മാത്രം ഈഡൻ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് ഇപ്പം നാട്ടിൽ കാനഡയിൽ വന്ന് 3 വർഷം വർക്ക് ചെയ്തു, അവിടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഏൺ ചെയ്തിട്ട് അവർക്ക് നാട്ടിൽ പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്തെടുക്കുക. അവിടെ ഡെസ്പറേറ്റ്ലി അവിടെ നിൽക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ഓവർ സ്റ്റേ ആയി പിന്നെ അവർക്ക് സപ്പോസ് ഇപ്പോൾ ഈ പറഞ്ഞ ആള് ഈ ഓവർ സ്റ്റേ അടിച്ചൊരു 2-3 കൊല്ലം അവിടെ നിൽക്കുകയാണ്, പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് തിരിച്ച് നാട്ടിൽ പോകണം. പിന്നെ ഫ്യൂച്ചറിൽ പുള്ളി കല്യാണം കഴിച്ചിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിലോട്ടാണെങ്കിൽ പുള്ളിക്ക് പിന്നെ കാനഡയിൽ വിസ കിട്ടത്തില്ല. അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ജേഷനോട് ചോദിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ലാതെ പോയി തിരിച്ച് നാട്ടിൽ പോയ ഒരാള് ഇപ്പൊ കാനഡ PR ഉള്ള ഒരാളെ കല്യാണം കഴിച്ച് അല്ലെ സിറ്റിസനെ കല്യാണം കഴിച്ചാലും തിരിച്ചു വരാൻ പാട് വരണോ? ഇല്ല, തിരിച്ച് അടുത്ത ആപ്ലിക്കേഷൻ സബ്മിറ്റ് കഴിയുമ്പോൾ റെഫ്യൂസൽ വരും. അവിടെ നമ്മൾ ഓവർ സ്റ്റേ ഉണ്ട്, അത് വാലിഡിറ്റി കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ ചെയ്തു, റെസ്റ്റോറേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്തു, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കനേഡിയൻ നാട്ടിലോട്ട് പോകേണ്ടി വരും ഇവിടെ നിന്നുള്ള കല്യാണം കഴിച്ചാൽ നാട്ടിൽ പോയി സെറ്റിൽ ആകാനുള്ള പറ്റുള്ളൂ. അതല്ലാതെ തന്നെ അറിയാം. ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു കൊളീഗിന്റെ, ഞാനൊരു തയ്യൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു കൊളീഗിന്റെ ഹസ്ബൻഡ്, അപ്പോൾ പുള്ളി പണ്ട് UK അയർലൻഡിലോ എന്തോ പഠിക്കാൻ പോയിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് അവിടെ ജോലി ചെയ്തിങ്ങനെ നടക്കാറ്. അപ്പം അത് കഴിഞ്ഞ് പുള്ളി നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു. അത്യാവശ്യം വെൽ ഓഫ് ആണ്, ഫാമിലി കോട്ടയം ബീസ്റ്റ് ആണ്.
അപ്പം പുള്ളിക്കാരി പുള്ളിക്കാരി കാനഡ മൈഗ്രേഷൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ പുള്ളിക്കാരി പോയിന്റ് മീറ്റ് ചെയ്യാഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെ ന്യൂസിലാൻഡിലും പോയി പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കാനഡയ്ക്ക് പ്രിപ്പറേഷൻ പരിപാടി, അതിന് വെയിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് ഇൻഫർമേഷൻ ഷെയറിംഗ് ഒക്കെ അത്യാവശ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ആസ്പിരൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കൂടെ കൺസേൺ ആയിരിക്കില്ല, എന്ത് നടക്കുന്നു, ഡ്രോ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരി പിന്നെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ന്യൂസിലാൻഡിൽ പോയി. ന്യൂസിലാൻഡിൽ പോയിട്ട് പുള്ളിയുടെ ഹസ്ബൻഡിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴേ റിജക്ഷൻ കിട്ടി. ഓവർസ്റ്റേ ഇവിടെ യൂറോപ്പിൽ, UK അയർലൻഡിലോ, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അയർലൻഡാണെന്ന് എനിക്ക് തോന്നുന്നു, ഓവർസ്റ്റേ ഉണ്ടെന്നുള്ളത്. ഇപ്പം അവിടെ ആള് റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ അത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നമ്മൾ പ്രോപ്പറായിട്ട് സമയത്ത് എക്സിറ്റ് ചെയ്യുക. ഓവർസ്റ്റേ പിന്നെ മിഡിൽ ഈസ്റ്റോട്ടൊന്നും ബാധിക്കത്തില്ല, പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതൊരു ഷങ്കൻ വിസ ആയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ പോകാൻ ഒന്ന് ഷങ്കൻ കൺട്രീസും, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ UK, പിന്നെ US, കാനഡ, ഈ സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ആൾക്കാർ പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നോർത്ത് ആഫ്രിക്കയിലോ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ട്രൈ ചെയ്യുന്ന കുറവല്ലേ. അപ്പം അതാണ് അതിൻ്റെ. മിഡിൽ ഈസ്റ്റിൽ പോകാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. അവർക്കൊന്നും അങ്ങനെ ഇൻഫർമേഷൻ ഷെയറിങ്ങും ചെക്കിംഗ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു, നിങ്ങളിപ്പം കൂടുതൽ വർക്ക് ചെയ്ത ഒരാളൊരു ക്യാഷ് ഓഫ് ചെയ്ത് ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ മിച്ചം കിട്ടുന്നത് ചിലപ്പോൾ $800, $1000 ഒക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 12 മാസം അവിടെ കടിച്ചു പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ $12,000 ആയിരിക്കും അവിടെ ഏൺ ചെയ്യുന്നത്. ആ $12,000 നിങ്ങൾ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി അത് ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കളഞ്ഞ് അവിടെ നിൽക്കുന്നു. അങ്ങനത്തെ സർക്കസുകളൊക്കെ കാണിക്കും. ഫ്യൂച്ചറിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ഒരു പ്രശ്നം. പക്ഷേ എനിക്കൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇവിടുന്ന് തിരിച്ചു പോകുന്ന കുട്ടികൾ നാട്ടിലോട്ട് ചെല്ലുന്നില്ലേ, അപ്പം അവരെ സംബന്ധിച്ച് നാട്ടുകാരുടെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുള്ളൊരു പേടിയിലാണ് അവർ തിരിച്ചു പോകുന്നത്. വീട്ടുകാരുടെ പ്രശ്നം ഉണ്ടാകുന്നുള്ള പേടിയിലാണ് അവർ ഇത് വരുന്നത്. അതൊരു ഫാക്ടറാണോ? ഇപ്പൊ നാട്ടിലാണല്ലോ ജേഷ, അപ്പൊ അതിനെപ്പറ്റി അറിയാലോ. ഇവിടെ ഞാനിപ്പോ റീസെന്റ് ഒരു പയ്യൻ എന്തോ തിരിച്ചു വന്നൊക്കെ, അപ്പം ആൾക്കാർ പറയുന്നത് വളരെ നെഗറ്റീവായിട്ട്. അപ്പം പയ്യൻ പഠിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് രക്ഷയില്ലാതെ തിരിച്ചു വന്നു എന്നുള്ളൊരു ഇതാണ്. അപ്പം ആൾക്കാരെ നോക്കുമ്പോൾ ആൾക്ക് അതിനുള്ള എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളെ സിറ്റുവേഷന്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പോയി പയ്യൻ അവിടെ പോയിട്ട് 3 വർഷം എന്ത് സർക്കസ് കാണിച്ചു കഴിഞ്ഞാലും ഇയാളോട്ട് കിട്ടത്തില്ല. അപ്പോൾ ആളുടെ പ്രശ്നമല്ല, ഇപ്പം അത് സിറ്റുവേഷൻ അങ്ങനെ ആയി പോയതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ അഡ്മിഷൻ എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ ഈ ഒരു സെനാരിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളിക്ക് ഒരു രീതിയിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ PR കിട്ടാൻ പറ്റത്തില്ല. അപ്പം വന്നു കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ റീലാൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവരെ എംപ്ലോയിഡ് ആകാനായിട്ട് നോക്കുക. അപ്പം അവർക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് എനിക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒത്തിരി ആൾക്കാരറിയാം, അവർ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഒരു ചില സിറ്റുവേഷനിൽ. അപ്പോൾ അവർ പക്ഷേ എക്സ്പീരിയൻസിന് അതും ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻപുട്ട് ചെയ്തിട്ട് വരിക. ആ എക്സ്പീരിയൻസിനുള്ള ലെറ്ററും ഡോക്യുമെൻറ്റും എല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇൻപുട്ട് ചെയ്യുക, ആഡ് ചെയ്തിട്ട് വരിക. അപ്പം നിങ്ങൾ IMF ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ നിങ്ങൾ ഓൾറെഡി IRCC ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഞാനിപ്പം ഒരു എന്താ പറയുക, 1-2 അല്ല, വളരെയധികം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്, പക്ഷെ അവർക്ക് ഒരു അഡ്വൈസ് നാട്ടിൽ നിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്ന് മെൻഷൻ ചെയ്യണം, നിങ്ങൾ ഫ്രഷർ ആണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാം, IELTS എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ്. 2 വർഷമൊക്കെ IELTS പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായ ഫോമിനകത്ത്. അപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും കാണിച്ചില്ല. അപ്പോൾ ആ ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആൾക്കാരൊന്ന് ആ ഒരു കാര്യം ഓർക്കുക. വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഗ്യാപ്പൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ ഒന്ന് വർക്കൗട്ട്, 1 വർഷമൊക്കെ മിക്കവാറും ലാഗ് ഉണ്ടായിരിക്കും കോഴ്സ് കഴിഞ്ഞിട്ട് മറ്റേ അവിടെ കാനഡയിൽ എത്തുന്നവരെ. അപ്പോൾ ആ സമയം വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ PR-ന് വളരെയധികം ചാൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണത്. പിന്നെ ഓക്കെ, നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് ആൾക്കാർ നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞു വന്നു, എന്നിട്ട് IELTS-നും ഒരു 500 പോയിന്റിലോട്ട് എത്തുന്നില്ല എന്ത് കാണിച്ചിട്ടും, ജനറൽ കാറ്റഗറിയാണ് വരുന്നത്. അപ്പോൾ ആൾക്ക്
പിന്നെ PR കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എംപ്ലോയിഡ് ആകുക. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ജോലിയിൽ കയറുക. ജോലിയിൽ കയറുമ്പം അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും എല്ലാം നമുക്ക് അടുത്ത അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 1 വർഷം ആകുമ്പോൾ നമ്മൾ പോയിന്റ് ഇൻക്രീസ് ചെയ്യും. നമ്മളുടെ ഇതിൽ എക്സ്പ്രഷൻ ഡീൽ വരുമ്പോഴത്തേക്കും പോയിന്റ് ഇൻക്രീസ് ആവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് വരാനുള്ളൊരു ഹയർ പ്രോബിലിറ്റി ഉണ്ട്, PR വരാനുള്ളൊരു ഹയർ പ്രോബിലിറ്റി ഉണ്ട്. അതൊരു പോസിബിലിറ്റിയാണ്. അത് ശ്രദ്ധിച്ച് മാനേജ് ചെയ്യുവാണെങ്കിൽ അതൊരു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇല്ല എങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ അതിന് പകരം നാട്ടിൽ വന്നിട്ട് എംപ്ലോയിഡ് അല്ല, വന്നതിൻ്റെ ഒരു 5-6 മാസം അത് അങ്ങനെ ഇപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷനൊക്കെ ഇതൊക്കെ എപ്പോഴും ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ 2011 എന്തോ ഒരു പ്രാവശ്യം കനേഡിയൻ ഇമിഗ്രേഷൻ ട്രൈ ചെയ്തായിരുന്നു. അന്ന് ഞാൻ ദുബായിലൊരു ഏജൻസി കൊണ്ടുപോയിട്ട് അവരുണ്ടെങ്കിൽ എന്തോ 5500 ദിറംസ് എന്തോ മേടിച്ചിട്ട് പറഞ്ഞു, ബാക്കി കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, IELTS മാത്രം എടുത്ത് തന്നായിരുന്നു. ഈ 5500 ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ IELTS എടുത്തുകൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. ഞാൻ IELTS എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം കാനഡിയൻ ഇമിഗ്രേഷൻ ടെമ്പററി ഹോൾഡ് ചെയ്തിട്ടുണ്ട് 1 വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവരത് പറയുകയും ഞാനതിൻ്റെ പുറകെ പിന്നെ പോയില്ല. ഞാൻ 1 വർഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ടൊന്നും പോയില്ല. പിന്നെ 2018 പിന്നെ അടുത്ത കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ പ്രോപ്പറായിട്ട് ടൈമിങ് മാറ്ററാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പം ഡ്രോ വരുന്നത് തീരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 534 പോയിന്റിലോട്ടൊക്കെ വരുന്നു, അല്ല 550 പോയിന്റിലോട്ടൊക്കെയാണ് ജനറൽ ഡ്രോ വരുന്നതെങ്കിൽ ഈ പ്രോസസ്സ് ഹോൾഡ് ചെയ്തിട്ടില്ല എങ്കിലും ആൾക്ക് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം മാക്സിമം ഫോറിൻ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, തിരിച്ചു വരുമ്പോൾ തന്നെ ജോലി റീസ്റ്റാർട്ട് ചെയ്യുക. അതും പ്രോപ്പർ കമ്പനികളിൽ റീസ്റ്റാർട്ട് ചെയ്യുക. തട്ടുമുട്ട് പരിപാടികളും പേപ്പറുകളും നോക്കാതെ പ്രോപ്പറായിട്ട് തന്നെ എംപ്ലോയിഡ് ആകാനായിട്ടും ബാങ്കിൽ കൂടെ സാലറി കിട്ടുന്ന രീതിയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനുകൾ, എല്ലാം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പ്രോപ്പറായിട്ടാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ. അതൊക്കെ അതങ്ങനെ വർക്കൗട്ട് ചെയ്തെടുത്താൽ യൂസ്ഫുൾ ആയിരിക്കും. അതൊരു ഓപ്ഷൻ ഉണ്ട് ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം അത് നാട്ടിൽ നിന്ന് അവിടെ നിന്നിട്ട് ഡെസ്പറേറ്റ്ലി അവിടെ നിൽക്കുന്നതിനേക്കാളും തിരിച്ച് വന്നിട്ട് ഓൾ ടൈം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുന്നതൊക്കെ നല്ല പരിപാടിയാണ്. അതെ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മളിപ്പം കാനഡയിലൊക്കെ ഒരു 3-4 വർഷം അല്ല 5 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് കുറേ ജീവിതം പഠിക്കുമല്ലോ. ഇവിടെ വന്ന് എല്ലാ ജോലികളും ചെയ്തും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലികൾ ചെയ്യുക. ഈവൻ മെട്രോ സിറ്റീസിലോട്ട് ചെന്നൈ, ബാംഗ്ലൂർ, പിന്നെ ഡൽഹി, പൂനെ, ഹൈദരാബാദ് ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി പേര് മൂവ് ചെയ്ത് അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വന്നവരെ എനിക്കറിയാം. ഇവിടെ ഈ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ 2 ആഴ്ച മുമ്പ് നമ്മുടെ സെൻട്രൽ തന്നെ, ഇവിടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ തന്നെ അവർ നേരത്തെ ഇവിടെ വന്നിട്ട് എക്സിറ്റ് ആയിട്ട് പോയിട്ടുള്ളതാണ്. അവർ പിന്നെ തിരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ പ്രതീക്ഷകൾ ഒത്തിരി ഉണ്ട് അങ്ങനെ നോക്കി.